One Piece live action was amazing, but it also has its problem. So let's review it. Oh hi and now welcome back to the channel. It's me Appusan. അപ്പം ഇന്ന് നമ്മൾ വൺ പീസിലെ ലൈവ് ആക്ഷൻ സീസൺ 2 പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അതിനു മുന്നേ നിങ്ങൾ കണ്ടല്ലോ, പുതിയ സ്ഥലത്തെത്തി. ഐ മീൻ ബാംഗ്ലൂർ നൗ. സോ ഇതാണ് ദ ബെസ്റ്റ് ഐ ക്യാൻ ഡു വിത്ത് ദ ബാക്ക്ഗ്രൗണ്ട്. സാഡ്ലി എൻ്റെ വൺ പീസിൻ്റെ മ്യൂറൽ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. കൊണ്ടുവന്നാലും ഐ ഡോണ്ട് തിങ്ക് എനിക്ക് ഇവിടെ ഒട്ടിക്കാൻ പറ്റുന്നു ബിക്കോസ് മൈ ഡാമേജ് ദ വാൾസ്. ബട്ട് എനിവേ വൺ പീസ് ലൈവ് ആക്ഷൻ സീസൺ 2 ഇറങ്ങി 8 എപ്പിസോഡ് ആൻഡ് ഞാനത് 2 ദിവസം ഇരുന്നിട്ട് ബിഞ്ച് ചെയ്ത് എനിക്ക് പണ്ടത്തെ പോലെ ഒരു ദിവസം തന്നെ ഇരുന്ന് ബിഞ്ച് ചെയ്യാൻ പറ്റിയില്ല ബിക്കോസ് എനിക്ക് പണിക്കൊക്കെ പോകാണ്ട്. വാട്ട് ഹാസ് മൈ ലൈഫ് കം ടു? ഐ എം ആക്ച്വലി വർക്കിംഗ്. എനിവേ നമുക്കിതിനെ പറ്റി സംസാരിക്കാം. സോ അഗൈൻ നിങ്ങൾ ഇത് കാണാൻ പോകുമ്പം നിങ്ങൾ മാങ്കേൻ്റെ 1-1 ആണെന്ന് വെച്ചാൽ ഒരിക്കലും പോകരുത്. അങ്ങനെ പോകണമെങ്കിൽ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവുകയുള്ളൂ. ജസ്റ്റ് വൺ പീസ് തന്നെ ഒരു വേറൊരു എക്സ്പീരിയൻസ് പോലെ ചിന്തിച്ചിട്ട് നിങ്ങൾ പോകണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ എൻജോയ് ചെയ്യാനുണ്ട്. ബട്ട് ഞാൻ പറഞ്ഞ പോലെ ഇതിലും ഇതിൻ്റെ നെഗറ്റീവ്സ് ഉണ്ട്. ബട്ട് നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ കുറേ ഗുഡ് അടിപൊളി പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ സീസൺ 2 ഇസ് ഡെഫിനറ്റ്ലി ബെറ്റർ ദാൻ സീസൺ 1 ഇൻ ലൈക്ക് ഓൾമോസ്റ്റ് എവറി വേ. എനിക്ക് തോന്നുന്ന സീസൺ 1 സക്സസ് അവർക്കൊരു കോൺഫിഡൻസും കിട്ടി. അതേപോലെ ഓബ്വിയസ്ലി ബഡ്ജറ്റ് ആൻഡ് മോർ ഇതൊക്കെ കിട്ടിയോണ്ട് ദേ ഹാവ് മോർ റിസോഴ്സസ് ടു ഡെലിവർ ഗ്രേറ്റ്നെസ് ടു അസ് ആൻഡ് അത് നല്ലത് തന്നിട്ട്. ഫോർ എക്സാമ്പിൾ ലൂഫിൻ്റെ സ്ട്രെച്ച് പവേഴ്സ് ലുക്സ് അമേസിങ്. ദ സെറ്റ്സ് ലൈക്ക് വിസ്കി പീക്ക് ലിറ്റിൽ ഗാർഡനൊക്കെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ലൈക്ക് അവർ സോ ലൈക്ക് അവർ ജസ്റ്റ് ഷോക്ക്ഡ്. ഓ മൈ ഗോഡ്, അവർ ശരിക്കും ഇങ്ങനെ ചെയ്തത്. പിന്നെന്തൊക്കെയാണ്, പിന്നെ ഇറ്റ്സ് ലൈക്ക് കോസ്റ്റ്യൂംസ്. എനിക്ക് സ്മോക്കറിൻ്റെ ആ ജാക്കറ്റ് വേണം. ഓ മൈ ഗോഡ്, ഓൾ ദ കോസ്റ്റ്യൂംസ് ലുക്ക് അമേസിങ്. സോ ഐ തിങ്ക് ഈവൻ സ്റ്റോറി വൈസ് എനിക്കിത് എവിടെയാണ് കറക്റ്റ് എൻഡ് ചെയ്തതെന്ന് അത്ര ഇഷ്ടമാവുന്നില്ല ബിക്കോസ് ഒരു കറക്റ്റ് എൻഡിങ് പോലെ തോന്നുന്നില്ല. ലൈക്ക് ചോപ്പറിൻ്റെ അവിടെ നിർത്തുന്നത് ബിക്കോസ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ആൻ ആക്ച്വൽ എൻഡിങ് ഇൻ ദ മാങ്ക. ഇപ്പം നിങ്ങൾ ആലബാസ്റ്റിൻ്റെ അവിടെയൊക്കെ നിർത്തുമ്പോൾ ഒരു ഹോൾ ആർക്ക് തീരാം. അല്ലെങ്കിൽ ഇപ്പോൾ ലൈവ് ആക്ഷൻ സീസൺ 1 തന്നെ ആർലോങ് പാർക്കിൻ്റെ അവിടെ ആയിട്ട് നിർത്തുമ്പം ഒരു ഹോൾ ആർക്ക് തീരുന്നതുകൊണ്ട് ഇറ്റ് ഫീൽസ് കൈൻഡ് ഓഫ് ഓക്കെ. ബട്ട് ഇവിടെ അങ്ങനത്തെ ഒരു എൻഡിങ് ഇല്ല. ബട്ട് സ്റ്റിൽ I really enjoyed it. Now let's talk about some of the characters. First and one of my favorite characters, Robin. Amazing ആയിട്ടുണ്ട്. I think they got the perfect casting for her. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല ബിക്കോസ് ദിസ് ഇസ് എ ഫാമിലി ഫ്രണ്ട്ലി ചാനൽ. നോ ഇറ്റ്സ് നോട്ട്. ബട്ട് എന്നാലും ഞാൻ ഒന്നും പറയുന്നില്ല. ഓൾസോ വിവി, ഷീ ക്യാൻ ഹിപ്നോട്ടൈസ് മീ ഇഫ് ഷീ വോണ്ട്സ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഞാൻ അതിനനുസരിച്ചൊന്നും പറയുന്നില്ല. ബട്ട് ഇനി അവർ രണ്ടാളും നല്ല പെർഫോമൻസ് ചെയ്ത്. റോബിൻ അവളുടെ ആയിട്ടൊരു ഓറ ഉണ്ടായിരുന്നു ആൻഡ് വിവിൻ്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഐ തിങ്ക് ഷീ ഡിഡ് വെരി ലൈക്ക് ആക്ടിങ് വൈസ് ഷീ ഡിഡ് വെരി ഗ്രേറ്റ്. ആൻഡ് വേറെ നല്ലൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഈ സീസണിൽ ലൈക്ക് എൻ്റെ കഴിഞ്ഞ സീസണിൽ എൻ്റെ ഒരു കംപ്ലയിൻ്റ് ആയിരുന്നു, ഉസോപ്പ് വെറുതെ ഉള്ള പോലെ തോന്നി. അവന് ലാസ്റ്റ് ആ ചൂൻ്റെ കൂടെ ഒരു ഫൈറ്റ് കിട്ടി. ബട്ട് അതല്ലാണ്ട് അവൻ്റെ ആർക്കിലൊന്നും അവനൊന്നും ചെയ്തില്ല. ബട്ട് ഈ ഒരു സീസൺ 2 ഐ തിങ്ക് ഉസോപ്പ് ഹാഡ് ലോട്ട് മോർ ഓപ്പർച്യൂണിറ്റീസ്. ലൈക്ക് മാങ്കയിലുള്ളതിനെക്കാട്ടും കൂടുതൽ അത്യാവശ്യം എനിക്ക് കിട്ടിയോ തോന്നി. സോ ഐ എം ഹാപ്പി ഉസോപ്പ് നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടി. ആൻഡ് ഓൾസോ സാഞ്ചിൻ്റെയും ലൈക്ക് കുറേ നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ സ്പോയിലേഴ്സ് ചെറുതായിട്ട്, ബട്ട് നാമി സിക്കായിരിക്കുമ്പോൾ അവർ നൈസായിട്ട് അത് സാഞ്ചീൻ്റെ മോമിൻ്റെ ബാക്ക് സ്റ്റോറിയിലോട്ട് കണക്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. ഐ ഡോണ്ട് തിങ്ക് നമ്മൾ എപ്പോഴെങ്കിലും ലൈക്ക് ഹോൾ കേക്ക് ഐലൻഡ് ഒക്കെ കിട്ടും ലൈക്ക് അവിടെ നിന്നൊക്കെ എത്തുന്നു. സോ ഇറ്റ്സ് നൈസ് അവർ ചെറുതായിട്ട് ആ ഒരു മൊമെന്റിനോടൊരു ത്രോ ബാക്ക് ഒക്കെ ഇടുന്നത്. അതർ പോസിറ്റീവ് ഐ ഹാവ് ടു സേ ഈസ് ദേ ഡിഡ് ജസ്റ്റിസ് ടു സം ഓഫ് ദ സീൻസ്. ലൈക്ക് സോറോ മറ്റേ കിറ്ററ്റ്സു ചൂസ് ചെയ്യുന്ന മൊമെൻറ്റ്, ലൂഫി ക്ലൈംബിങ് ദാറ്റ് മൗണ്ടെയിൻ കുറേഹൻ്റെ അടുത്തെത്താൻ, ഓൾ ദോസ് മൊമെൻറ്റ്സ് ഒക്കെ ദേ ഡിഡ് അമേസിങ്. ഈവൻ ചോപ്പറിൻ്റെ ബാക്ക് സ്റ്റോറി അമേസിങ്. ആ എപ്പിസോഡ് 7 ഐ തിങ്ക് 10 out of 10 അവർ അടിപൊളിയായിട്ട് ആ ബാക്ക് സ്റ്റോറി ചെയ്ത്. ഇറ്റ്സ് നോട്ട് 1-1 ടു ദ മാങ്ക ബട്ട് ഓവറോൾ ഐ എം ജസ്റ്റ് ഹാപ്പി നമുക്ക് ഈ മൊമെൻറ്റ്സ് ഒക്കെ അതേപോലെ കിട്ടി. ഞാൻ അവിടെ മിസ് ചെയ്തൊരു സീൻ എന്ന് പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ഫണിയസ്റ്റ് മൊമെൻറ്റ്സ് ഇൻ ഏർലി വൺ പീസ് എനിക്ക് തോന്നുന്നത് അവരാദ്യമായിട്ട് ക്രോക്കസിനെ മീറ്റ് ചെയ്യുമ്പം അവർ തമ്മിലൊരു എന്താ പറയുക ഒരു ഇൻട്രാക്ഷൻ ഉണ്ട്. സോറോ, സാഞ്ചി ആൻഡ് ക്രോക്കസ് തമ്മിൽ. I think it's so funny, but sadly അത് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. There's a lot of changes ആ ഏരിയയിൽ and not all of my favorite, but എന്നാലും I think overall most of the moments they did justice to it. And
വേറെ കാര്യം പറയാൻ ഇതിലത്തെ മ്യൂസിക് അടിപൊളിയാണ്. ആൻഡ് അതേപോലെ അവർ കുറേ ഈസ്റ്റർ എഗ്സ് കിട്ടിയിട്ടുണ്ട് ഫോർ അസ് ആക്ച്വൽ വൺ പീസ് ഫാൻസ്. അങ്ങനെയല്ല പറയുന്നത്, ബട്ട് മാങ്കയൊക്കെ വായിച്ചവർക്കൊക്കെ കുറേ ലൈക്ക് എന്താ പറയുക ഈസ്റ്റർ എഗ്സ് കാണാം. അവർ സൺ ഗോഡിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതേപോലെ സൺ ഗോഡിൻ്റെ ഒരു സ്റ്റാച്യു പോലെ ഉണ്ട്. ലോക്കീൻ്റെ പണ്ടത്തെ വെർഷനിലായിരുന്നു ഹോൾ കേക്കിൽ നമ്മൾ ഫ്ലാഷ് ബാക്ക് കണ്ട ആ വെർഷനെ കാണിക്കുന്നുണ്ട്. ഒരു സെംലനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ മെനി ലൈക്ക് ഈസ്റ്റർ എഗ്സ് ഒരു ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതേപോലെ കുറേ ക്യാരക്ടേഴ്സിനെ ഒരു എന്താ പറയുക ഫ്യൂച്ചർ വരുന്ന കുറേ ക്യാരക്ടേഴ്സ് ഇപ്പോഴേ കാണിക്കുന്നുണ്ട്. ബാർട്ടലോമയോ ഐ തിങ്ക് വാസ് അമേസിങ്. ഹി ലുക്ഡ് I think how Bartolomeo would look in this world. But one of my favorite scenes that is so unintentionally funny is Sabo. So ഒരു സീൻ ഉണ്ട് വെൻ ലോക്ക്ഡൗൺ സ്ട്രോ ഹാസ് സെയിൽ ഔട്ട് ചെയ്യാം. സോ നമുക്ക് ആ മൊമെൻ്റ് കിട്ടും വേർ ഡ്രാഗൺ അവൻ്റെ സ്പീച്ച് പോലെ പറയാം. ആൻഡ് ഡ്രാഗൺ ലുക്ക് കൂൾ, ലൈക്ക് വെരി കോൾഡ്. സോ ഡ്രാഗൺ അങ്ങനെ പറയാം. ആൻഡ് സഡൻലി അവർ ജസ്റ്റ് സാബോനെ കാണിക്കും. ആൻഡ് ഇറ്റ്സ് സോ ഫണി, ഹി ലുക്ക് സോ ഗൂഫി ആൻഡ് എന്താ അറിയില്ല, ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ ആക്ച്വലി പൊട്ടിച്ചിരിച്ചു, ഈവൻ ദോ ഇറ്റ്സ് നോട്ട് സപ്പോസ് ബി എ ഫണി സീൻസ്. ആൻഡ് പിന്നെ പറയേണ്ട കാര്യം കുറേ അടിപൊളി കാസ്റ്റിംഗ്, ഞാൻ പറഞ്ഞ പോലെ റോബിൻ. ബട്ട് വേറെ മെൻഷൻ ചെയ്യേണ്ട ഐ തിങ്ക് സ്മോക്കറിൻ്റെ ക്യാരക്ടർ വാസ് അമേസിങ്. അതേപോലെ ഡ്രാഗണിൻ്റെയും പിന്നെ വേറെ ആരും ഉണ്ടോ, ഈവൻ ദ ജയൻസ് ലുക്ക് അമേസിങ്. ഐ തിങ്ക് ഞാൻ ആദ്യം എനിക്ക് ഡോറി ഭയങ്കര അടിപൊളി ആകാത്ത പോലെ തോന്നി. ബട്ട് ദ മോർ ഐ സോ ഐ തിങ്ക് ദിസ് ഇസ് ഹൗ ഹി ഷുഡ് ലുക്ക്. ഈവൻ വാപ്പോൾ ലുക്ക് അമേസിങ്, ഡാൾട്ടൺ. സോ കാസ്റ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് കുറേ നല്ല കാര്യങ്ങളെ പറയാനുള്ളൂ. ബട്ട് ഞാനത് ബോഡി ഷെയിം ചെയ്യല്ല. ടഷീകിൻ്റെ ആക്ടറെ കാണുമ്പോൾ ദസ് ഓൺലി വൺ തിങ് ഐ നോട്ടീസ്. ആൻഡ് ഇഫ് യു സീ ദിസ്, നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നതെന്ന് ഒന്ന് കമൻസിലോട്ട് ലെറ്റ് സീ ഇഫ് വി മാച്ച്. ബട്ട് ഞാൻ നമുക്ക് ഇതിൻ്റെ 3 നെഗറ്റീവ്സിലോട്ട് പോകും. ഫസ്റ്റ് ഓഫ് ഓൾ മൈ ബിഗ്ഗസ്റ്റ് നെഗറ്റീവ്, ഓക്കെ നിങ്ങൾ ലൈക്ക് മാങ്ക അനിമേൻ്റെ 1/1 ആക്കണ്ട, ബട്ട് നാമി ഇങ്ങനെ ആയിരിക്കുമ്പം സാഞ്ചിൻ്റെ അടുത്ത് നമുക്ക് ഒരു റിയാക്ഷൻ പോലും കിട്ടുന്നില്ല. ദാറ്റ്സ് ക്രേസി. ഐ വാസ് റിയാക്ടിങ് മോർ ദാൻ സാഞ്ചി വാസ് റിയാക്ടിങ് ഈ സീനിന്. സോ ഐ ഡോണ്ട് നോ വൈ. സോ അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള നെഗറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ സം ഓഫ് ദ ഡയലോഗ്സ് ആർ സോ ബാഡ്. കുറേ വൺ ലൈനേഴ്സ് ഒക്കെ ഉണ്ട് ആൻഡ് ഇറ്റ്സ് വെരി ക്രിഞ്ച്. സോ എനിക്ക് അതിനെ പറ്റിയൊന്നും പറയാനില്ല. ലൈക്ക് ഒരു പെർട്ടിക്കുലർ സീനുണ്ട്, സ്മോക്കർ ഒരു പെണ്ണിന് അടിവിടുന്ന ആൻഡ് സോ മെനി പേസ് ബോൾ പൺസ്. അങ്ങനെ കുറേ ലൈക്ക് വൺ ലൈനേഴ്സ് ആർ സോ ബാഡ്. അനദർ തിങ് ഈസ് മിസ് ഗോൾഡൻ വീക്കിനെ അവർ റൂയിൻ ചെയ്തു. ഇൻ ദ ആനിമെ മാങ്ക മിസ് ഗോൾഡൻ വീക്ക് ഇസ് ജസ്റ്റ് എ chill kind of villain who's lazy and stuff. ഇതിൽ അവരെന്തൊരു ഹൊറർ ട്രോപ്പ് പോലെ കൊണ്ടുവരാൻ നോക്കി, ബട്ട് ഇറ്റ് വാസ് സോ ബോറിങ്. വൺ ഓഫ് മൈ മോസ്റ്റ് ബോറിങ് എക്സ്പീരിയൻസ്. ഞാൻ എന്നിട്ട് ഇവിടെ ഒന്ന് പെട്ടെന്ന് പോകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു, അതെനിക്കിഷ്ടമില്ല. അതേപോലെ സീസണിൻ്റെ എൻഡിലോട്ട് വാപ്പോൾ ആളുടെ പവേഴ്സ് വെച്ചിട്ട് അവൻ്റെ സോൾജേഴ്സിനെ കമ്പൈൻ ചെയ്തിട്ട് ആർമി ഈസ് കമ്മിങ് എന്നൊക്കെ പറയും. എനിക്ക് ആർമിയൊക്കെ ഉണ്ട്, സീനായിരിക്കുന്നു. എന്നിട്ട് അവരെ കാണാനൊക്കെ എന്തോ ഒരു പോലെ ഉണ്ട്. ഐ ഡിഡ്ന്റ് റിയലി ലൈക്ക്, ദേ ഡിഡ്ന്റ് feel like they fit in one piece. ഏതോ ഒരു ലൈക്ക് ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ പിന്നെ ഫിറ്റ് ചെയ്യുന്ന പോലത്തെ ആൾക്കാരുണ്ടായിരുന്നു. ആൻഡ് ദസ് വർ ഓൺലി ലൈക്ക് 5-6 എണ്ണം. ഇതാണ് ആർമി. സോ ദാറ്റ് വാസ് പ്രിറ്റി ബോറിങ്. ഐ ഡിഡ്ന്റ് റിയലി ലൈക്ക് ഇറ്റ്. ഓൾസോ കഴിഞ്ഞ സീസണിൽ വി ഹാഡ് ദിസ് മോൺസ്ട്രോസിറ്റി ചൂന വെച്ചിട്ട് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. ആൻഡ് ദിസ് സീസൺ വി ഹാവ് ചോപ്പേഴ്സ് മാൻ ഫോം. ദിസ് ഇസ് ഐ ഡിഡ്ന്റ് റിയലി ലൈക്ക് ഇറ്റ്. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് സപ്പോസ് ടു ബി ഇങ്ങനെ ബിക്കോസ് ഇറ്റ്സ് സപ്പോസ് ടു ബി എ ബിറ്റ് സ്കേറി. But this is not scary, this is disturbing. I don't want to see this ever again. മറ്റേ ചോപ്പറിൻ്റെ ഫോമൊക്കെ അവർ നല്ലോണം ചെയ്തിട്ടുണ്ട്, but this one is not it. There's also this stupid scene like Mr. 3 അടിപൊളി കാസ്റ്റിംഗ് ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. ബട്ട് Mr. 3ൻ്റെ കാസ്റ്റിംഗ് അടിപൊളി. ആൻഡ് ലൂഫി Mr. 3ൻ്റെ ഒരു ഫൈറ്റ് ഉണ്ട്. സോ ആനിമെ മാങ്കയുള്ള പോലെ അവൻ്റെ കുറേ ക്ലോൺസ് ഒക്കെ ഉണ്ടാക്കും. ആൻഡ് ദ ഫസ്റ്റ് ഫൈറ്റിലൊക്കെ ലൂഫി വാസ് ആക്ച്വലി ഹിറ്റിംഗ് ഓൾ ഓഫ് ദം. എല്ലാത്തിനും എൻ്റെ റബ്ബറൊക്കെ കർവൊക്കെ ചെയ്ത് ഇടിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ബട്ട് ലാസ്റ്റ് ഒരു ഭാഗത്ത് ഓൺലി 2 ബാക്കിയുള്ളൂ. സോ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ലൈക്ക് എന്താ പറയുക ദ റിയൽ മിസ്റ്റർ 3 ലൂഫിക്ക് അറിയാം. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ഹിറ്റിംഗ് ബോത്ത് ഓഫ് ദം ലൈക്ക് ഓൺലി 2 ഉള്ളൂ, ഹി ജസ്റ്റ് ഹിറ്റ്സ് 1. ഐ ഡോണ്ട് നോ, ദാറ്റ് വാസ് പ്രിറ്റി ഡം ഫോർ മീ. ബട്ട് ഞാൻ പറഞ്ഞ പോലെ ദിസ് ആർ ഓൾ ലൈക്ക് നെഗറ്റീവ്സ്. ബട്ട് ഞാൻ പറഞ്ഞ പോലെ വി ക്യാനോട്ട് എക്സ്പെക്ട് എവറിത്തിങ് ടു ബി 1/1 ഫ്രം ദ മാങ്ക. എന്തായാലും ഞാൻ ഇത് കഴിഞ്ഞ സീസണിനെക്കാട്ട് കൂടുതൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്ന ഒരു വേറെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ
Zoro versus 100 people in Whiskey Peak. Amazing. Also, ആരെന്താ സോറോനെ പറ്റി പറയാത്തെ? You see this guy in season 1 and look at him now. What happened? ഇവൻ എന്താ ചെയ്തേ ഈ ഇത്ര ഇയേഴ്സിനെ കൊണ്ട്? Okay, I think currently in the Straw Hats, Zoro has the biggest cup size, and I'm not even kidding. But jokes aside, I overall enjoyed this season more than the first season, and I hope that അവരിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന നമുക്ക് ആലബാസ്റ്റ് ഒക്കെ കിട്ടട്ടെ. ഓവറോൾ റഷ് ചെയ്യാണ്ട് നമുക്കൊരു മിനിമം 4 എപ്പിസോഡായി കിട്ടിക്കോട്ടെ. ബട്ട് എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. നിങ്ങൾ എന്തായാലും വൺ പീസ് ലൈവ് ആക്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തോട്ട്സ് എന്താണെന്നൊക്കെ കമൻസിലിടൂ, ആൻഡ് നമുക്ക് അതിനായിട്ട് ഡിസ്കസ് ചെയ്യാം. ബട്ട് യാ, താങ്ക് യു ഫോർ വാച്ചിങ്, ആൻഡ് ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.